പാരൻസിൻ്റെ ഒക്കെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് കുട്ടികളിലെ മൊബൈൽ ഉപയോഗം, ഇൻ്റർനെറ്റ് ഉപയോഗം എന്നുള്ളത്. ശരിക്കും നമുക്ക് എന്താണ് അതിലൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ കഴിയുക കുട്ടികളിൽ ഹാംഫുൾ അല്ലാത്തൊരു സോഷ്യൽ മീഡിയ ഉപയോഗം എന്നുള്ളതിന്? സോഷ്യൽ മീഡിയ എന്നൊരു സത്യമാണ്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത് നടൻ പൃഥ്വിരാജ് ഒരു സിനിമ ഇവിടെ സംസാരിച്ചിരുന്നു, ഈ ദ സോഷ്യൽ ഡൈലമ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, നെറ്റ്ഫ്ലിക്സിലുള്ളതാണ്, ശരിക്കും കാണേണ്ടതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ടാണത് അത്രയ്ക്ക് അഡിക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പലരും പറയും ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് നോക്കി, കുറച്ച് റീല് നോക്കി പിന്നെ സമയം കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല എന്ന്. ബിക്കോസ് നമുക്ക് വേണ്ട കണ്ടൻറ്റ് എന്താണോ ആ പാറ്റേൺസ് എന്താണെന്ന് AI-യുടെ എൻജിൻസ് ഉപയോഗിച്ചിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് കാർ ഇഷ്ടമാണെങ്കിൽ കാറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളും കാറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റീലുകളായിരിക്കും വരിക. അത് അവർ എൻജിൻസ് കണ്ടെത്തിയിട്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കി തരിക ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് മൊബൈലാണ് ഇഷ്ടം അല്ലെങ്കിൽ ഗെയിമിംഗ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനുള്ള റീൽസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഫസ്റ്റ് കാര്യം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു ഫോർമേറ്റീവ് സ്റ്റേജിൽ അവർക്ക് നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ന്യൂസ് കിട്ടില്ല. സുന്ദർ പിച്ചായ്, ഗൂഗിളിൻ്റെ CEO, എല്ലാ ദിവസവും കാലത്ത് ഇപ്പോഴും ന്യൂസ് പേപ്പറാണ് വായിക്കുന്നത്. ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ നല്ല ആപ്പുകളിൽ നോക്കിയിട്ട് പത്രം വായിക്കുക, മൊബൈലിലാണെങ്കിൽ പോലും. അല്ലെങ്കിൽ പ്രിഫറബിളി ഒരു ഫിസിക്കൽ ന്യൂസ് പേപ്പർ വായിക്കുക. അങ്ങനെയാണ് ആദ്യം വിവരം നേടുന്നത്. മൊബൈൽ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് ന്യൂസ് നേടാം, നമുക്കിപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം, നമ്മൾ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാം, നമ്മുടെ ഹെൽത്ത് നോക്കാം. ദർ ആർ ഗുഡ് തിങ്സ് വിത്ത് മൊബൈൽസ് ഓൾസോ. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്, ന്യൂസ് വായിച്ചിരിക്കണം. എല്ലാ ആൾക്കാർക്കും ബേസിക് ഒരു നോളജ് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കുക തന്നെ വേണം. കുട്ടികൾക്കൊരു വിചാരം ഇപ്പോൾ അവർ ഒരു മൊബൈൽ അവരൊരു അർഹതയാണെന്ന്. അങ്ങനെയല്ല. മാതാപിതാക്കൾ, ഞാൻ എപ്പോഴും പറയും, ഒരു ഫാമിലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാർ പാരൻസിനെയാണ്. പാരൻസ് വേണം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ. എപ്പോൾ അവരവരുടെ ടാസ്കുകൾ ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത്ര ടൈം, ആ സ്ക്രീൻ ടൈം നമ്മൾ ലിമിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ വേറൊരു സിമ്പിൾ ടിപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ ഫോണുകളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എപ്പോഴും ഓണാക്കിയിടണം. നമ്മുടെ കണ്ണിലേക്ക് ആ നീല വെളിച്ചടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ മെലറ്റോണിനായിട്ട് അത് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഉറക്കം കുറയ്ക്കും. സോ സ്റ്റാർട്ട് യുവർ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ലൈക്ക് ഒരു 7 മണി മുതൽ 8 മണീൻ്റെ ഉള്ളിൽ നമ്മളത് ഓണാക്കുക. സ്ക്രീൻ ടൈം ഈ കുട്ടികളുടെ എന്തൊക്കെ വർക്കുണ്ടോ, ഹോം വർക്ക് ഉണ്ടോ അതൊക്കെ തീർത്തിട്ട്, മിക്കവാറും അതും കുറച്ച് കഴിഞ്ഞാൽ പോകും, കാരണം ChatGPT വന്നല്ലോ. സോ എന്തായാലാവട്ടെ, അപ്പോൾ അവരെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഫിക്സഡ് ടൈം കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ മുകളിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസോ ടാൻട്രംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. പലരും പെർമിസീവായിട്ടുള്ള പാരൻറ്റിംഗ് ആണ് ചെയ്യുക. എൻ്റെ കുട്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് മൊബൈൽ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആ ഒരു ബാഡ് ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്തേ പറ്റും. പിന്നെ ഈ നോട്ടിഫിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അത് നമുക്ക് ലീഡ് ഓൺ ആണ്. അത് നമുക്കൊരു ഇതാണത്, ഒരു ബെയ്റ്റാണത്. ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഒരു ഫാഷൻ ഇഷ്ടമുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആലിയ ഭട്ടിൻ്റെ ഡ്രസ്സ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അവരുടെ ഉദ്ദേശം അതാണ്, നോട്ടിഫിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്തിടാം. ഞാനതാ ചെയ്യാറ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയം ഞാൻ തന്നെ മോണിറ്റർ ചെയ്യാറുണ്ട്. അതൊരു ദിവസം ആവറേജ് ഒരു 10 to 20 minutes ആണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമുക്ക് അത് മോണിറ്റർ ചെയ്തേ പറ്റൂ, പ്രത്യേകിച്ച് കുട്ടികളിൽ. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഈ ഗെയിമിംഗ് ഉണ്ടല്ലോ, PUBG. പല ഭാര്യമാരും പറയുന്നത് അവർക്ക് ഭർത്താക്കന്മാർക്ക് മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള ഫോൺ കോൾ അല്ല അവർക്ക് കൂടുതൽ ഇഷ്യൂ. അവർക്ക് കൂടുതൽ ഇഷ്യൂ ഇപ്പോൾ PUBG ആണ്. ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞു, ഒളിച്ച് പോയിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ നിന്നിട്ട് PUBG കളിക്കുക രാത്രി 12 മണിക്ക് പോയിട്ട്. ഭാര്യ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ആണോ, നോക്കുമ്പോൾ PUBG കളിക്കുകയായിരുന്നു ആൾ. അപ്പോൾ ഇതിൽ ഈ PUBG കളിക്കുന്ന പെൺപിള്ളേരായിട്ട് ആമ്പിള്ളേരായിട്ട് കൂട്ടുകൂടുക, എന്നിട്ട് അവരൊരു ഗ്യാങ് ഉണ്ടാക്കുക, മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് അല്ലേ. ഇറ്റ് ഈസ് വെരി അഡിക്റ്റീവ്. കാരണം ഞാനെപ്പോഴും പറയും, ചൂതുകളി പോലെ തന്നെ ഗാംബ്ലിങ് പോലെ തന്നെയാണ് ഈ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ മീസോലിമ്പിക് സിസ്റ്റത്തിലാണ് അതിൻ്റെ ഇതിരിക്കുന്നത്, തലച്ചോറിലെ മീസോലിമ്പിക് സിസ്റ്റത്തിലാണ് അതിൻ്റെ ആ ഒരു പാർട്ട് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി അഡിക്റ്റീവ്. ഇൻഫാക്റ്റ് നമ്മൾ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും മറ്റെല്ലാവരും പറയുന്ന പോലെ തന്നെ അതിപ്പോൾ ഒരു ശരിക്കും ഡിസോർഡറാണ്, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ. അതിന് നമ്മൾ ചികിത്സിച്ചേ പറ്റൂ. ഒരു ലെവലിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊടുന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ചുരുക്കനെ പറയാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണോ നമുക്ക് ക്ലിക്ക് ബൈറ്റുകളുള്ളത് അത് പരമാവധി കുറയ്ക്കുക. നമ്മൾ ടൈം ഓഫ് എക്സ്പോഷർ കുറയ്ക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏതൊരു മനുഷ്യനും 11 മണി മുതൽ ഒരു 6 മണി വരെയാണ് ഉറങ്ങേണ്ടത്. അത്ര ഉറങ്ങണം, അല്ലെങ്കിൽ അത് നമ്മൾ ഇമ്പയർ ചെയ്യും.